സൗദി പൗരനെ പറ്റിച്ച് മലയാളി 27 കോടിയിലേറെ രൂപയുമായി മുങ്ങിയതായി പരാതി. മലപ്പുറം സ്വദേശി ഷമീലിനെതിരെ ഇബ്രാഹിം ഒഥൈബി എന്ന സൗദി പൗരനാണ് ആരോപണം ഉന്നയിച്ചത്. കേസിൽ സൗദി പൗരന് അനുകൂലമായി കോടതി വിധിയുണ്ടെങ്കിലും പ്രതി സൗദിയിലില്ലാത്തതിനാൽ നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് പള്ളിക്കൽ ബസാർ സ്വദേശി പുതിയകത്ത് ഷമീലിനെതിരെയാണ് സൗദി പൗരന്റെ പരാതി. തന്നിൽ നിന്ന് വാങ്ങിയ 1,25,43,400 സൗദി റിയാൽ അഥവാ 27.25 കോടിയോളം രൂപ തിരിച്ചു തരാതെ ഷമീൽ സൗദിയിൽ നിന്ന് മുങ്ങിയതായി ഇബ്രാഹിം മുഹമ്മദ് അൽ ഒതൈബി ജിദ്ദയിൽ പറഞ്ഞു. സൗദിയിൽ ഷമീൽ നടത്തിവന്നിരുന്ന ബിസിനസ്സിൽ പങ്കാളിത്തം നൽകാമെന്ന വ്യവസ്ഥയിലായിരുന്നു പണം വാങ്ങിയത്. കേസിൽ ഇബ്രാഹിമിന് അനുകൂലമായി സൗദി കോടതിയുടെ വിധിയുണ്ടായിട്ടും ഷമീൽ സൗദി വിട്ടതിനാൽ ഇതുവരെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ഓഫീസിലും വിദേശകാര്യ മന്ത്രാലയത്തിലും ഇന്ത്യൻ കോൺസുലേറ്റിലുമെല്ലാം പരാതി നൽകിയിട്ടുണ്ടെന്ന് ഇബ്രാഹിം ഒതൈബി പറഞ്ഞു. والآن فلوسي عنده وفي الهند وللأسف إن الرجل يتهرب وأحكامي معايا ورافعت عن طريق الخارجية على السفارة السعودية للخارجية الهندية ولم يأتي إلى حد الآن رد ولها من 2017 أخذت الأحكام في 2017 ولا حد الآن ما في رد. وأنا أستغرب يعني أول شيء إنه خاف الله أنا وثقت فيه وكفلته ووقفت معاه وساعدته كان عليه وقف خدمات بداية وخليته يسافر ويروح يشوف أمه. പലരെയും അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന സൗദി പൗരനെ ഇപ്പോൾ മറ്റു മലയാളികളിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടതായി ഇബ്രാഹിം ഒതൈബിയുടെ മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞു. പക്ഷേ ഈ സമീൽ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ബിസിനസ് ചെയ്ത് ഒരു പൈസ നഷ്ടപ്പെടുത്തിയിട്ടില്ല. പൈസ ഫുള്ള് നാട്ടിലുണ്ട്. ഇവനടെ പറ്റി അന്വേഷിക്കുകയാണ്. ഇവര് ബിൽഡിംഗ് ഉണ്ട്, വലിയൊരു കൊട്ടാര പോലത്തെ വീടുണ്ട്, റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്, ഫാക്ടറികൾ ഇന്ത്യക്ക് കേരളത്തിന് പുറത്ത് കുറെ ഫാക്ടറിക്കാരൊക്കെ വർക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓന് നല്ല ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മലയാളികൾ മൊത്തത്തിൽ ഇതൊരു ചീറ്റിങ്ങിന്റെ ആളാന്ന് തോന്നുന്ന സമയത്ത് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സൗദിയിലെ ഓറക്സ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്ന് ഷമീൽ എടുത്ത വായ്പക്ക് ഇബ്രാഹിം ഒതൈബി തന്റെ സ്വത്ത് ജാമ്യം നൽകിയിരുന്നു. വായ്പ തിരിച്ചടക്കാത്ത സാഹചര്യത്തിൽ ഇബ്രാഹിമിന്റെ സ്വത്ത് ബാങ്ക് കണ്ടുകെട്ടി. ഈ ഇനത്തിൽ 53.5 ലക്ഷത്തോളം റിയാലും ബിസിനസ് പങ്കാളിത്തത്തിന്റെ പേര് പറഞ്ഞു വാങ്ങിയ 72 ലക്ഷം റിയാലുമാണ് ഷമീൽ നൽകാനുള്ളത്. പണം തിരികെ കിട്ടാൻ ഇബ്രാഹിം ഒതൈബി നാട്ടിൽ ഷമീലിന്റെ വീട്ടിൽ പോകുകയും ദുബായിൽ വെച്ച് ഷമീലിനെ നേരിട്ട് കാണുകയും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. സൗദി പൗരന്മാരെ കബളിപ്പിക്കുകയാണ് ഷമീലെന്നും ഇന്ത്യ സൗദി സുഹൃത്ത് ബന്ധത്തെ പോലും ബാധിക്കുന്ന സാമ്പത്തിക തട്ടിപ്പാണ് ഇയാൾ നടത്തിയതെന്നും ഇബ്രാഹിം ഒതൈബി ആരോപിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.